മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുമ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തുന്നത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങൾ സുനിൽ അരുമാനൂർ നൽകും. തത്സമയം സുനിൽ, കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് എത്തി തുടങ്ങിയ ഒരു വർണ്ണാഭമായ അന്തരീക്ഷമാണോ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ളത്? മനു, വളരെ സന്തോഷമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് എല്ലാ സ്കൂളുകളിലും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെ കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അധ്യാപികമാരും അതുപോലെ തന്നെ മുതിർന്ന കുട്ടികളും മധുരവും അതുപോലെ തന്നെ പൂക്കളും കളിപ്പാട്ടങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കുട്ടികളെ ഇവിടേക്ക് സ്വീകരിക്കുന്നത്. ഏകദേശം 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാനായി സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലേക്ക് എത്തിച്ചേരുന്നത്. നമുക്ക് നേരത്തെയൊക്കെയുള്ള കാഴ്ച പല സ്ഥലത്തും കുട്ടികൾ കരയുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കുട്ടികൾക്ക് അതനുസരിച്ചുള്ള അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കളിപ്പാട്ടങ്ങൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും അവരെ ആകർഷിക്കുന്ന ചിത്രങ്ങൾ ഇവയൊക്കെ ക്ലാസ് റൂമുകളിലും സ്കൂളിലേക്ക് വരുന്ന വഴിയിലുമൊക്കെ അലങ്കരിച്ചുകൊണ്ട് തന്നെയാണ് അവരത്തരത്തിൽ വന്നിരിക്കുന്നത്. ഏതായാലും കുറേ കുരുന്നുകളൊക്കെ ഇവിടെ പുതുതായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു മോളുണ്ട്. അപ്പോൾ ആ മോള് പാട്ടൊക്കെ പാടാൻ തയ്യാറാണെന്ന് തോന്നുന്നു. മോളെ പേരെന്താ? അപർണ. ഒരു പാട്ട് പാടുമോ? പാടിക്കോ. കുഞ്ഞേ കുഞ്ഞേ ഉണരുന്നേ, കുഞ്ഞി കണ്ണു തുറക്കുന്നേ, നേരം പുലരും നേരത്ത് നീയേ മട്ടുകിടന്നാലോ, ഓമന പല്ലുകൾ തേക്കേണ്ടേ, ഓമന മുഖം കഴിവേണ്ടേ, നീരാട്ടാടാൻ പോവേണ്ടേ, നീല ചുരുമിടി കെട്ടേണ്ടേ, അച്ഛൻ തന്നൊരുടുപ്പിട്ട് അമ്മ തൊടിക്കും പൊട്ടിട്ട്, നേഴ്സറി സ്കൂളിൽ പോകേണ്ടേ, നേഴ്സറി ഗാനം പാടേണ്ടേ. വെരി ഗുഡ്. അമ്മക്ക് ഈ പൂവൊക്കെ വെച്ച് തന്നേരാ? അമ്മയാണോ രാവിലെ എല്ലാം ഒരുക്കിയത്? ഇത്തിരി സുന്ദരിയാക്കിയത് അമ്മയാണോ? ക്ലാസ്സിൽ വരാൻ സന്തോഷമുണ്ടോ? അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആതിരയുണ്ട്, അഞ്ജലിയുണ്ട്. അപ്പോൾ ഒരു മോളെ കൂടെ നമുക്ക് ഒരു പാട്ട് കൂടെ പാടിക്കാം. മോള് പേരെന്താ? മോക്ക് പാട്ട് പാടാൻ അറിയോ? ഒരു പാട്ട് പാടിക്കാം. Twinkle twinkle little star, how I wonder what you do. Up above the world so high, like a diamond in the sky. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുഞ്ഞു മക്കളെയൊക്കെ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും വരവേൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കരച്ചിലിൻ്റെ ഒരു ഭാവമൊന്നും അവരുടെ മുഖത്തൊന്നും കാണുന്നില്ല. എന്നാലും ചില ആൾക്കാരൊക്കെ അമ്മയും അച്ഛൻ്റെയൊക്കെ അടുത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. എല്ലാവരും വളരെ രാവിലെ തന്നെ കുളിച്ച് സുന്ദരികളായിട്ടും സുന്ദരന്മാരായിട്ടും പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞാണ് അവർ ഈ സരസ്വതി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത്. 9:30 മണിയോടുകൂടിയാണ് ഇവിടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ അധ്യക്ഷതയിലാണ് ഇവിടെ യോഗം നടക്കുക. ഈ യോഗത്തിൽ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിന് മുന്നോടിയായിട്ട് ഇവിടുത്തെ കുട്ടികളെല്ലാം ചേർന്നിട്ട് ഒരു പ്രവേശന ഉത്സവ ഗാനം നേരത്തെ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പ്രവേശനോത്സവ ഗാനമാണ് ആദ്യം വരുന്നത്. അതിനനുസരിച്ച് ഈ പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ആ പാട്ടിനനുസരിച്ച് നൃത്ത ചുവടുകളും വയ്ക്കും. അതിൻ്റെ എല്ലാ ഒരുക്കവും പൂർത്തിയായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പായസം ഉൾപ്പെടെ ഇവിടെ വിവിധമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് എല്ലാ അധ്യാപികമാരും അതുപോലെ തന്നെ മുതിർന്ന അധ്യാപകരും ഒക്കെ ചേർന്ന് വരുത്തിയിട്ടുള്ളത്. ഇവിടെ ഇത്തവണത്തെ ഒരു പ്രത്യേകത, നേരത്തെ സംസ്ഥാന തലത്തിൽ മാത്രമായിരുന്നു സർക്കാർ സ്കൂളുകളിൽ പ്രവേശനോത്സവം വിപുലമായി നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുക. അതിനനുസരിച്ച് ഓരോ സ്കൂളിലും അവർ ടീച്ചർമാരും അതുപോലെ തന്നെ അധ്യാപികർക്ക് പുറമെ കുട്ടികളുമൊക്കെ ചേർന്ന് തന്നെയാണ് പുതിയ കുട്ടികളെ വരവേൽക്കുന്നത്. അവരെ ഒരു പെട്ടെന്ന് വീട്ടിൽ നിന്നൊക്കെ കളിച്ച് നിൽക്കുന്ന ഒരു കുട്ടികൾ പെട്ടെന്ന് സ്കൂളിലേക്ക് വരുന്ന ഒരു അന്തരീക്ഷം, അത്
വളരെ സന്തോഷപൂർവ്വമായിട്ടൊരു അന്തരീക്ഷമാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് അവരെ സ്വീകരിക്കുന്നതിന് ഇത്രയും വലിയൊരു പ്രവേശനോത്സവം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ സംസ്ഥാന ഉദ്ഘാടനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാന ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുണ്ട്. കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോമും അതുപോലെ തന്നെ അവർക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണവും ഈ വേദിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങുകൾ ഔപചാരികമായി ആരംഭിക്കും. തീർച്ചയായിട്ടും സുനിൽ, അതുതന്നെയാണ് മൊത്തത്തിലൊരു ഉത്സവ അന്തരീക്ഷമാണ് സ്കൂൾ മുറ്റങ്ങളിൽ ഉള്ളത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളും കളിക്കോപ്പുകളും കൊടിതോരണങ്ങളും ഒക്കെയായി എല്ലാം അലങ്കരിച്ച് വളരെ രസകരമായ രീതിയിലാണ് കുരുന്നുകളെ സ്കൂളുകളിലേക്ക് വരവേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് കരച്ചിലൊന്നുമില്ല. കുറുമ്പ് കാട്ടിയും കുസൃതി കാട്ടിയും പാട്ടൊക്കെ പാടിയും അവർ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു. ഇത്തവണ പാഠപുസ്തകങ്ങളടക്കം കൃത്യമായ സമയത്ത് എത്തുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്. സുനിൽ, കേൾക്കാമോ? മനു, തീർച്ചയായും ഇത്തവണ കൃത്യസമയത്ത് തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ഈ വേദിയിൽ വെച്ച് തന്നെയാണ് കുട്ടികൾക്കുള്ള 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള യൂണിഫോമിൻ്റെ സൗജന്യ യൂണിഫോമും സൗജന്യ പാഠപുസ്തക വിതരണത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ഈ ആദ്യ ആഴ്ച കൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും പാഠപുസ്തകം എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനുവേണ്ട നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മിക്ക സ്കൂളുകളിലും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് പ്രവേശനോത്സവം. പ്രത്യേകിച്ച് കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായാലും മണക്കാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ സർക്കാർ മേഖലയിലെ സ്കൂളുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ എയ്ഡഡ് സ്കൂളിനെ അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളിനെ വെല്ലുന്ന തരത്തിലുള്ള പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം പഴയ കാലത്തൊക്കെ ഉള്ള ഒരു ക്ലാസ് മുറി എന്ന് പറയുന്നത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കുട്ടികൾക്ക് പഠിക്കാനുള്ള അക്ഷരമാലയായാലും അവരെ ചിത്രങ്ങളിലൂടെ പഠിപ്പിക്കുക, അവരെ പാട്ടുപാടി പഠിപ്പിക്കുക എന്നുള്ള തരത്തിലേക്ക് വിപുലമായ രീതിയിൽ ഒരു കുട്ടി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ് റൂമിനകത്ത് നിന്ന് ആ കുട്ടിക്ക് ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ ആ ക്ലാസ് റൂമിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ക്ലാസ് റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കരയാൻ തോന്നുന്ന കുട്ടികൾക്ക് പോലും ചിലപ്പോൾ ഇതൊക്കെ കണ്ട് അത്ഭുതമായിട്ടൊക്കെ ഇരിക്കും. അവരിതിലൂടെ രസിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഏതായാലും 1 മണിക്കൂർ മാത്രമേ ക്ലാസ്സുകൾ ഉള്ളൂ. കാരണം നാളെ മുതൽ മാത്രമേ ബാക്കി റെഗുലർ ക്ലാസ്സിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പ്രവേശനം ദിവസമായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കാരണം. ഇപ്പോൾ LKG UKG ക്ലാസ്സുകളായാലും സർക്കാർ മേഖലയിലുള്ള സ്കൂളുകളിൽ വളരെ വിപുലമായിട്ടുള്ള ഫർണിച്ചർ സംവിധാനവും കുട്ടികൾക്ക് കുഞ്ഞുമക്കൾക്ക് കളിപ്പാട്ടങ്ങൾ, വിപുലമായ രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ, അത്തരത്തിലുള്ള ഒരു എല്ലാ തരത്തിലുമുള്ള ആരെ ആകർഷിക്കുന്ന തരത്തിലുള്ള സംവിധാനം തന്നെയാണ് സർക്കാർ സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ കുട്ടികൾ സർക്കാർ മേഖലയിലേക്ക് വരുന്നതിന് സഹായകരമാകുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് പറയാൻ പറ്റും. ഏതായാലും ചടങ്ങുകളിലേക്ക് കടക്കാമെന്ന് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാഗത ഗാനമാണ്. പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ ആദ്യം സ്വാഗത ഗാനമാണ്. ഈ ഗാനം P. ജയചന്ദ്രനാണ് ആലപിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ കുട്ടികൾ, പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളൊക്കെ ചേർന്ന് അതിനൊരു നൃത്താവിഷ്കാരമൊക്കെ വളരെ ഭംഗിയായി തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ അവരുടെ നൃത്താവിഷ്കാരം ഒക്കെ നമ്മൾ പ്രേക്ഷകർക്ക് നേരത്തെ തന്നെ അവർ റിഹേഴ്സൽ ചടങ്ങിൽ തന്നെ അതിൻ്റെ ദൃശ്യമൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചാണ്. എന്തായാലും മനോഹരമായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് കുട്ടികളെ വളരെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അറിവിൻ്റെ ആദ്യാക്ഷരം നുകരാനെത്തുന്നതോടൊപ്പം കളിച്ചും ചിരിച്ചും മനസ്സിലാക്കിയും കേട്ടുമൊക്കെ ഇവിടെ നിന്ന് പഠിക്കാം എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പ്രവേശനോത്സവം നടക്കുന്നത്. തീർച്ചയായിട്ടും സുനിൽ അരിമാനൂരാണ് തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അവിടെ സ്കൂളിൽ എല്ലാ കുരുന്നുകളും വളരെയധികം സന്തോഷത്തോടെ ഒരുപാട് കുസൃതികളും ഒക്കെ കാട്ടിയിട്ടാണ് സ്കൂൾ മുറ്റത്തേക്ക്, അക്ഷരമുറ്റത്തേക്ക് ഏകദേശം 3.5 ലക്ഷത്തിലേറെ കുട്ടികളാണ് അക്ഷരമുറ്റത്തേക്ക് ഇന്ന് ചുവടുവയ്ക്കുന്നത്.